മനസ്സിലാവുന്നത് എങ്ങനെയാണ്? സാർ അത് അനിയൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അനിയൻ അച്ഛനോട് പറഞ്ഞിരുന്നു, മക്കളെ ഞാൻ ധ്യാനത്തിന് സാർ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ ഇത് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ഇല്ല ഇത് അച്ഛൻ ധ്യാനത്തിന് പോണ സമയത്ത് എന്തായാലും അമ്മയും അച്ഛനും ഇതിന്റെ അതായത് നമ്മുടെ വീട്ടിനടുത്താണല്ലോ. അപ്പൊ അവരെല്ലാം സാർ ഇത് അച്ഛൻ സമാധി ആകുന്നതിന് മുന്നേ 3 ദിവസത്തിന് മുന്നേ അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 3 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ അമ്മ എന്തെന്ന് പറയും, പോയി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ 3 ദിവസത്തിനകത്ത് സമാധിയാവും, പോ ചേട്ടാന്ന് പറഞ്ഞിട്ട് അമ്മ തമാശ രൂപേണ എടുത്തത്. ഈ 3ാമത്തെ ദിവസം അന്നൊരു പറയുന്ന സഹോദരൻ പറയുന്നത് പോലെ ഈ താഴെ നിന്ന് ഓരോരോ ചക്രങ്ങൾ ഉണർന്ന് നമ്മുടെ ശിരസിനെ പദപ്പിൽ എന്തോ നമ്മൾ ഇതിങ്ങനെ ബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുന്ന സമയത്ത് അനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഹലോ, ഞാൻ ചോദിക്കുന്നത് ഈ ബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുന്നത് അനിയൻ മാത്രമേ കണ്ടുള്ളൂ അല്ലേ? അനിയനെ നമ്മുടെ വീട്ടുകാരെല്ലാം കണ്ടിട്ടുണ്ടല്ലോ സാറ്. സാർ പിന്നെ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ സമാധിയായത് ചമ്മണം കൂട്ടിയിട്ട് ശരി. ബ്രഹ്മത്തിൽ സമാധിയാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധ്യാനത്തിൽ സാർ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ സാർ സമാധിയാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുന്ന് ചമ്മണം കൂട്ടി ഇരുന്ന് സമാധിയാകുന്നു. 2 കൈകൾ എടുത്ത് 2 കൈകളും ധ്യാനത്തിന്റെ സ്വരൂപത്തിൽ വയ്ക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു, ധ്യാനിക്കുന്നു. ധ്യാനത്തിൽ ഇരുന്നാണ് സമാധിയായത്. എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാനത് അനുജനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന